നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൊഴി നൽകാൻ ജയറാം. നടൻ ഹാജരായത് കൊച്ചിയിലെ ED ഓഫീസിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിലെത്തിച്ചു പൂജ നടത്തിയതടക്കം ചോദ്യം ചെയ്യും. പറയാനുള്ള EDയോട് പറയുമെന്നും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പുറത്തു വരണമെന്നും ജയറാം. ഇടനിലക്കാരൻ കൽപ്പീശും EDക്ക് മുന്നിൽ ഹാജരായി. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്ന ദേവസ്വം ബോർഡ്. ഓഡിറ്റ് റിപ്പോർട്ടിലെ ചർച്ചകൾ പൂർത്തിയായി. അപൂർണമായ ഓഡിറ്റ് റിപ്പോർട്ടാണ് കോടതിയിൽ എത്തിയതെന്ന് നിഗമനം. റിപ്പോർട്ടിൽ ഗുരുതര ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായെന്നും നടപടി വേണമെന്നും ദേവസ്വം ബോർഡ്. വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ 2 പേർ മരിച്ചത് കൊല്ലം നിലമേൽ സ്വദേശികൾ. ഭക്ഷ്യവിഷബാധയെന്ന പ്രാഥമിക നിഗമനം. പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അസ്മാക് സീ ഫുഡ് റെസ്റ്റോറന്റിനെതിരെ പരാതി. ഇടുക്കിയിൽ റോഡരികിലെ കുഴിയിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നി. അപകടമുണ്ടായത് കലുങ്ക് നിർമ്മിക്കാനെടുത്ത കുഴിയിൽ വീണ്. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒഴിവായത് വൻ ദുരന്തം. അപകടത്തിൽപ്പെട്ടത് പൂവത്തൂർ LMSLP സ്കൂളിലെ ബസ്സിലുണ്ടായിരുന്ന 15 കുട്ടികളും ചികിത്സയിൽ. നടൻ പ്രേംകുമാർ ഇന്ന് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കും. കോട്ടയത്ത് KPCC സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ പ്രേംകുമാർ മുഖ്യാതിഥി. VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ് പാലക്കാട് പുതുയുഗ യാത്രയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന AA ഇംപാക്ട് സമ്മിറ്റിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി 114 റാഫേൽ പോർ വിമാനങ്ങൾ വാങ്ങാനും തീരുമാനം. റോഡരികിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പൊതുമരാമത്ത് വകുപ്പിന്റെ കടുത്ത അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കലുങ്ക് നിർമ്മിക്കാൻ റോഡരികിലെടുത്ത കുഴിയിൽ വീണാണ് ഇടുക്കി മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നി മരിച്ചത്. തൊടുപുഴയ്ക്കടുത്ത് മുതലേക്കോടത്ത് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു. മുതലക്കോടം ഭാഗത്തു നിന്നും തൊടുപുഴയിലേക്ക് വരികയായിരുന്ന ബൈക്ക് യാത്രികനായ മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. അപകടം നടന്ന ഉടനെ ജെയ്സിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊടുപുഴയിൽ മോലക്കുടത്തിനുമായ ബൈക്കാണ് ഇത് ആക്സിഡന്റ് പെട്ടത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ 3-4 പേര് കൂടിയാണ് എടുത്ത് മോലക്കുട ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്കും ആളുടെ ജീവൻ പോയായിരുന്നു. ഇപ്പോൾ ഒരു 4-5 അപകടമായി ഈ കുഴി നടക്കുന്നത്. ഇത് 10-15 വർഷമായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുവാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ കൗൺസിലർ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ പരാതി PWഡിലെല്ലാം പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ അത് ശരിയാക്കി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ 5-6 അപകടമായി ഇതിങ്ങനെ നടക്കണം. പൊതുമരാമത്ത് വകുപ്പ് മാസങ്ങൾക്ക് മുൻപ് കലുങ്ക് നിർമ്മാണത്തിനായി മുതലക്കോടത്ത് റോഡരികിൽ വലിയ കുഴിയെടുത്തിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കുകയോ കുഴി കൃത്യമായി മൂടുകയോ ചെയ്യാതെ അധികൃതർ ഇത് അപകടകരമായ രീതിയിൽ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ കടുത്ത അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് PWD ഓഫീസ് UDF പ്രവർത്തകർ ഉപരോധിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കസേരയിൽ പൂച്ചട്ടി വെച്ചായിരുന്നു പ്രതിഷേധം. വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് യുവാവിന്റെ ദാരുണ മരണം. പലതവണ നാട്ടുകാർ കുഴിമൂടണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇതിന് നേരെ മുഖം തിരിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ കടുത്ത പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. സി മലയാളം ന്യൂസ്, ഇടുക്കി. വിവരങ്ങളുമായി സാഗർ ചേരുന്നുണ്ട്. സാഗർ, വലിയൊരു അപകടം തന്നെ സംഭവിച്ചിരിക്കുന്നു. അനാസ്ഥ തന്നെയാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാണ്. എപ്പോഴായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്?
രമ്യ, ഇന്നലെ രാത്രി 10:45 തൊടുപുഴയ്ക്കടുത്ത് മുതലക്കോടത്ത് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. തൊടുപുഴ മുതലക്കോടം റോഡിൽ പൊതുമരാമത്ത് റോഡിന് സമീപത്തെ കാലപ്പഴക്കം എത്തിയ ഒരു കലുങ്ക് കുഴിയിലാണ് മുതലക്കോടം സ്വദേശിയായ ജെയ്സ് ബെന്നി എന്ന 27-കാരൻ ബൈക്കുമായി വീണ് മരിച്ചത്. അപകടം ഉണ്ടായ ഉടൻ തന്നെ നാട്ടുകാർ ഈ യുവാവിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. ഇക്കഴിഞ്ഞ 10 വർഷമായി ഈ കുഴി ഇതേപടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഏറെ നാളുകളായി ഇവിടെ അപകടവും പതിവാണ്. എന്നാൽ ഒരു മരണം ഉണ്ടാകുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കടുത്തൊരു പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെ. അടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലായിരുന്നു ജെയ്സിനെ മരണം ഇത്തരത്തിൽ കവർന്നത്. പലതവണ ഈ നാട്ടുകാർ ഇവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ കുഴി മൂടണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇതിന് നേരെ മുഖം തിരിക്കുകയായിരുന്നു എന്നും രാവിലെ മുതൽ തന്നെ ആരോപണം ഉണ്ടായിരുന്നു. ഈ പൊതുമരാമത്ത് വകുപ്പിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് UDF പ്രവർത്തകർ ഇന്ന് രാവിലെയോടെ PWD ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം അല്പം സമയം മുമ്പാണ് അവസാനിച്ചത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഉടൻ തന്നെ സ്ഥലത്ത് AXC സ്ഥലത്തെത്തുകയും സമരം നടത്തിയ UDF പ്രവർത്തകരുമായി ചർച്ച നടത്തിയെങ്കിലും ചർച്ച വിജയിച്ചില്ല. തുടർന്ന് UDF പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധം അരമണിക്കൂറോളം നീണ്ടു. ഇതിനെ തുടർന്ന് പോലീസ് അവസാനം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതേസമയം PWD ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജെയ്സ് ബെന്നിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രമ്യ, സാഗർ, ഈ നാട്ടുകാരൊക്കെ ഒന്നിച്ചു നിന്ന് പ്രതിഷേധമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണെന്ന് മനസ്സിലാവുന്നു. പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. തീർച്ചയായും 27 വയസ്സുകാരനായി ജെയ്സ് ബെന്നിയുടെ ഒരു മരണം നാട്ടുകാരെ എല്ലാം തന്നെ പ്രതിഷേധത്തിലാക്കിയിട്ടുണ്ട്. കാരണം വർഷങ്ങളായി ഈ പൊതുമരാമത്ത് അധികൃതരുടെ വീഴ്ച മൂലം ഈ കുഴി ഇവിടെ മൂടാതെ കിടക്കുകയാണ്. ഇതിനു മുമ്പ് പലതവണ ഈ മേഖലയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് ആദ്യമായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് അടുത്തൊരു പ്രതിഷേധത്തിൽ തന്നെയാണ്. ഈ ഒരു പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഈ മരിച്ച ജെയ്സ് ബെന്നി. ഇദ്ദേഹം ഈ യുവാവ് അടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് പോകുവാൻ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകണമെന്നാണ് ഇന്ന് PWD ഓഫീസ് ഉപരോധിച്ച UDF പ്രവർത്തകരുടെ ആവശ്യം. അവർ ഇക്കാര്യം AXCയെയും ബന്ധപ്പെട്ട അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കാമെന്ന് അധികൃതർ ഉറപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കലുങ്ക് ഉടൻ തന്നെ മൂടുവാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന ഒരു ഉറപ്പ് ഈ UDF പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പ്രദേശത്ത് കൂടി നാട്ടുകാർക്ക് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ കുഴികൾ മൂടുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. രമ്യ, ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. റോഡരികിലെ കുഴിയിൽ വീണ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ കടുത്ത അനാസ്ഥ തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് നാട്ടുകാരും ആരോപിക്കുന്നത്. വർഷങ്ങളായി തന്നെ ഇത്തരത്തിലുള്ളൊരു PWD അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അത് കുഴി അടയ്ക്കാനുള്ള ഒരു നടപടികളും എടുത്തിട്ടില്ല. പരാതികൾ നൽകിയിട്ടുമെന്ന് മനസ്സിലാകുന്നു. 6-ാമത്തെയോ 7-ാമത്തെയോ അപകടമാണ് ഈ നടക്കുന്നതെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. കലുങ്ക് നിർമ്മിക്കാൻ റോഡരികിലെടുത്ത കുഴിയിൽ വീണാണ് ഇപ്പോൾ ഇടുക്കി മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നി മരിച്ചത്. മറ്റൊരു അപകട വാർത്ത കൂടിയാണ്. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പൂവത്തൂർ LMS LP സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത്. മൊക്കല്ല ഭഗവതി ക്ഷേത്രത്തിനു സമീപത്തെ കനാലിലേക്കാണ് ബസ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന 15 കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൈഡ് തിരിഞ്ഞ് വരുന്ന സമയം ചാനലിന്റെ കരയായിരുന്നു. സൈഡ് വരുന്ന സമയത്ത് സ്റ്റിയറിംഗിന് കംപ്ലൈന്റ് കൊണ്ട് സ്റ്റാർട്ടായി ഓഫായി സ്റ്റാർട്ടാക്കിയപ്പോഴേ വണ്ടി തൂക്കി മറിഞ്ഞതാണ്. ചാനലിന്റെ അകത്തോട്ട് മറിഞ്ഞ് അങ്ങനെ. പിന്നെ ഒരു കൊച്ചിന് ചെറിയൊരു പരിക്കുണ്ട്. ബാക്കിയുള്ള പിള്ളേരെല്ലാം എത്തിച്ചിട്ടുണ്ട് സ്കൂളിൽ. എത്ര കുട്ടികളുണ്ടായിരുന്നു? 21 കുട്ടികളുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ക്ലിയർ ആയണം. പിന്നെ എല്ലാ കുട്ടികളും പേടിച്ചിട്ടുണ്ട്. വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വലിയൊരു അപകടം നടക്കാനുള്ളതായിരുന്നു. അത് ചെറിയ രീതിയിൽ പോയി എന്ന് മനസ്സിലാക്കുന്നു. കുട്ടികൾക്കുള്ള പരിക്ക് അത് ഗുരുതരമാണോ? രമ്യ, അപകടത്തിൽ ഏകദേശം 15 കുട്ടികൾക്ക് നിസ്സാരമായി പരിക്കേറ്റു എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ആണെന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ രാവിലെ തന്നെ ഒരു അപകട വാർത്ത കേൾക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ന് രാവിലെയാണ് വണ്ടിത്തറ പൂവത്തൂർ റൂട്ടിലേക്ക് പോകുന്ന വഴിയിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടം നടക്കുമ്പോൾ തന്നെ വാഹനത്തിൽ ഏകദേശം 30ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഏതായാലും കുട്ടികൾ വാഹനം ഈ വെള്ളത്തിലേക്ക് മറിയുന്ന സമയത്ത്, കനാലിലേക്ക് മറിയുന്ന സമയത്ത് ആഴം അധികം ഉണ്ടായിരുന്നില്ല.
ഒരല്പം വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് മാത്രം. അതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു സംഭവം. സംഭവത്തെ തുടർന്ന് തന്നെ നാട്ടുകാർ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള പരിക്കില്ല. അതിൽ ഒരാൾക്ക് ചെറിയ കാര്യമായ പരിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അടക്കമുള്ളവർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആർക്കും ഗുരുതരമായ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കനാലിലേക്ക് നിയന്ത്രണം വിട്ടാണ് ഈ വാൻ മറിഞ്ഞിരിക്കുന്നത്. നാട്ടുകാരുടെ ഇടപെടൽ കൃത്യസമയത്ത് ഉണ്ടായതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചത്. വാഹനത്തിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്കും കടന്നിട്ടുണ്ട്. വിഷ്ണു, ഈ സ്കൂൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് കൂടി വരുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മൾ പല വാർത്തകളും കേൾക്കുന്നു. സ്പീഡായിരുന്നോ ഒരു കാരണം? ഏതായാലും വാഹനത്തിന് വേഗത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നിശ്ചയമുണ്ട്. കാരണം നിയന്ത്രണം വിട്ടാണ് വാഹനം സഞ്ചരിക്കുന്നത്. അതായത് റോഡിന് വലിയ തരത്തിലുള്ള പ്രശ്നമില്ല. ഒരു ആവശ്യത്തിനുള്ള ഒരു വീതിയുള്ള റോഡ് തന്നെയാണ്. ആ ഭാഗത്തൂടെ എന്നും ഈ വാഹനങ്ങൾ പോകുന്നതാണ്. ഇന്നാണ് മാത്രമാണ് ആവശ്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പോലീസ് സംഭവത്തിൽ എന്തായാലും അന്വേഷണം നടത്തുന്നുണ്ട്. ശേഷം കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. പൂവത്തൂർ LMS LP സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത്. നിയന്ത്രണം വിട്ടാണ് ബസ് കനാലിലേക്ക് മറിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. മുക്കല്ല ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കനാലിലേക്കാണ് ബസ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന 15ഓളം കുട്ടികൾക്ക് പരിക്ക് പറ്റിയതായി പറയുന്നുണ്ട്. പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വാർത്ത, തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നടന്ന അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ട സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. കൊമ്പാറ സ്വദേശി സജീവാണ് മരണപ്പെട്ടത്. 65 വയസ്സായിരുന്നു. അടുത്തതും ഒരു അപകട വാർത്ത തന്നെയാണ്. എറണാകുളം മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന് ശേഷമുള്ള അപകട പരമ്പരകൾക്ക് അവസാനമില്ല. കഴിഞ്ഞ രാത്രി SNDP ജംഗ്ഷന് സമീപം തടിലോറി നിയന്ത്രണം വിട്ട അപകടമുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് ഭാഗത്തു നിന്നും വന്ന ലോറി മീഡിയനും മറികടന്ന് എതിർവശത്തുള്ള കൈവരിയിലിടിച്ചാണ് നിന്നത്. പുലർച്ചെയായതിനാൽ റോഡിൽ മറ്റു വാഹനമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. നഗരവികസനത്തിന് ശേഷം നിരവധി അപകടങ്ങളാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗത്തുണ്ടാവുന്നത്. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നഗര റോഡ് വികസനം പൂർത്തിയായെങ്കിലും അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ലെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5ഓളം അപകടങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്ത് ഉണ്ടായത്. ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീപേന്ദ്രനാരായണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം സാർ. ഒരു അപകട പരമ്പര തന്നെയുണ്ട്. ഇന്നത്തെ ഒരു പ്രധാന അപകടം എന്ന് പറയുന്നത് ബൈക്ക് കലുങ്കിൽ വീണ് ഉള്ള അല്ലെങ്കിൽ റോഡിലെ കുഴിയിൽ വീണ ഉള്ള ഒരു സംഭവമാണ്. യുവാവിന് ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. അടുത്ത ദിവസമായി പുറത്തേക്കൊക്കെ വിദേശത്തേക്കൊക്കെ പോകാനിരുന്ന ഒരു യുവാവാണ്. അത് അധികൃതരുടെ അല്ലെങ്കിൽ PWയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു അനാസ്ഥയാണ് ആ ഒരു മരണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതെ, ഞാനത് വിഷ്വൽസ് കണ്ടു. കാര്യം നമ്മളുടെ വാഹനങ്ങൾ 24 മണിക്കൂറും 365 ദിവസവും ഓടേണ്ട റോഡുകളാണ് PWD നാഷണൽ ഹൈവേ റോഡുകൾ. അപ്പൊ അതിന് ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ വാഹന ഉടമകൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, റോഡ് സേഫ്റ്റി സെസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ പ്രദേശത്ത് പലപ്പോഴും റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് പരാതികളും PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ഡിവിഷണൽ എഞ്ചിനീയർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ റോഡിന്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയിൽ, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അവരുടെ റോഡുകൾ, അവരുടെ കൈവശമുള്ള റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനുള്ള ഉത്തരവാദിത്തം അസിസ്റ്റന്റ് എഞ്ചിനീയർ കൊണ്ട്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊണ്ട്, അതേപോലെ തന്നെയാണ് ഡിവിഷണൽ എഞ്ചിനീയറായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊണ്ട്. കൂടാതെ ജില്ലാ കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് എല്ലാ മാസവും വിളിക്കാറുണ്ട് റോഡ് സേഫ്റ്റിയെ പറ്റി. അവിടെയും ഇത് ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒരു ദയയും ഇത്തരക്കാരോട് വേണ്ട. ഇവർ കൈക്കൂലിയുടെ ആശാന്മാരാണ് ഈ PWD എഞ്ചിനീയേഴ്സ് എല്ലാം. ഒരു കുഴി റോഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും കോൺ വെക്കാനോ അല്ലെങ്കിൽ ചുറ്റും റിബൺ കെട്ടാനോ അല്ലെങ്കിൽ ആ കുഴി മൂടാനോ ഉള്ള ഉത്തരവാദിത്തം PWD എഞ്ചിനീയർക്കുണ്ട്. അല്ലെങ്കിൽ അതിന്റെ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം എഞ്ചിനീയർക്കുണ്ട്. ഇത് ഒരു എഞ്ചിനീയറുടെ കൃത്യ വിലോപം മൂലം ഒരു വിലപ്പെട്ട ജീവൻ, ഒരു സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ,
അവൻ വിദേശത്തേക്ക് പോകാനായിട്ടെല്ലാം റെഡിയായി നിൽക്കുമ്പോഴാണ് ഈ കുഴി മൂലം ഒരു അപകട മരണം ഉണ്ടായി. ഇവർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കാൻ പോലീസിന്റെ അടുത്ത് പരാതി കൊടുക്കണം, കേസ് എടുപ്പിക്കണം. അഥവാ പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ പ്രൈവറ്റ് അന്യായം, അതായത് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്വകാര്യ അഡ്രസ്സ്, അദ്ദേഹത്തിന്റെ വീട്ടഡ്രസ്സും പേരും വെച്ചിട്ട് കോടതിയിൽ അയാൾക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കുമെതിരെ നമ്മൾ കേസ് കൊടുത്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. പോലീസ് ഉടനടി അവരെ അറസ്റ്റ് ചെയ്യണം. ഈ എഞ്ചിനീയർമാർ, ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ആദ്യ പടി സെക്ഷനിലെ. അത് കഴിഞ്ഞാൽ സബ് ഡിവിഷൻ എഞ്ചിനീയർ ആണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കൂടാതെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് ആ ജില്ലയിലെ അല്ലെങ്കിൽ ആ ഒരു ഡിവിഷന്റെ ചുമതലയുള്ളത്. ഇവരെ 3 പേരെയും പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് തന്നെ ഇതിന്റെ വിക്ടിമിന്റെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മുൻപ് സമർപ്പിച്ച പരാതികൾ ആരോ മാന്യന്മാരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വെച്ചിട്ട് പോലീസിൽ ആ ലോക്കൽ പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് ഒരാഴ്ചയ്ക്കും കേസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. എന്നിട്ട് പ്രൈവറ്റ് അന്യായം, അതായത് സ്വകാര്യ അന്യായം, അയാളുടെ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേര്, അയാളുടെ വീട്ടഡ്രസ് വെച്ചിട്ട് സ്വകാര്യ അന്യായം കൊടുത്തിട്ട് ഇവരെ ജയിലിൽ അടയ്ക്കണം. കാര്യം ഇവര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. കാര്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഇവർ കാണിക്കാത്തത് മൂലമാണല്ലോ ഈ യുവാവ് മരിച്ചത്. മുമ്പും പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പൊതുനിരത്തിൽ സാധാരണക്കാരന് അവിടെ കുഴിയടയ്ക്കാൻ നിയമം അനുവദിക്കത്തില്ല. അതുകൊണ്ട് അവർ തന്നെ ചെയ്യേണ്ട ജോലി അവർ തന്നെ ചെയ്യാത്തത് മൂലമാണ് ഈ റോഡപകടം ഉണ്ടായേക്കുന്നത്, മരണം ഉണ്ടായേക്കുന്നത്. ആ മരണത്തിന് ഉത്തരവാദി അവിടുത്തെ എഞ്ചിനീയേഴ്സ് ആണ്. അവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി, അതായത് മരണത്തിന് തുല്യമായ, അതായത് മനഃപൂർവ്വമുള്ള നരഹത്യക്കുള്ള രീതിയിലുള്ള കേസ് എടുപ്പിച്ചിട്ട് അവരെ ജയിലിലടയ്ക്കണം, റിമാൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ മറ്റുള്ള കള്ളന്മാരെ എഞ്ചിനീയർ പഠിക്കുള്ളൂ. ഇവര് സത്യത്തിൽ നമ്മുടെ സമ്പത്തിനെ കാർന്നു തിന്നുന്ന ഒരു വർഗമാണ് PWD എഞ്ചിനീയേഴ്സ്. അവരൊരു നിക്ഷിപ്തമായ കടമ ചെയ്യാത്തത് മൂലമാണ് ഒരു പാവപ്പെട്ട യുവാവ് മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വന്നത്. തീർച്ചയായും നമുക്കറിയാം, പലയിടങ്ങളിലും റോഡ് പണികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതുപോലത്തെ കുഴികൾ പലയിടങ്ങളിലായിട്ടുണ്ട്. വെറുതെ ഒരു കയർ കെട്ടി അല്ലെങ്കിൽ അങ്ങനെ ബ്ലോക്ക് ചെയ്യല്ലാതെ റിഫ്ലക്ടേഴ്സ് പോലുള്ള സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും അടയാളങ്ങൾ വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ അത് തീർച്ചയായും സഹായിക്കും. അതെ, അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൂടാതെ PWD മാനുവലിൽ പറയുന്നുണ്ട്. അവര് മാനുവൽ തുറന്നൊന്ന് നോക്കട്ടെ. വേൾഡ് ബാങ്കുകാർ നമുക്ക് വളരെ സുന്ദരമായ ഒരു PWD മാനുവൽ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് എവിടെ കോൺ വെക്കണം, എവിടെ റിബൺ വെക്കണം, പിന്നെ കുഴി എടുത്താൽ 24 മണിക്കൂർ കൊണ്ട് ആ കുഴി അടയ്ക്കണം, എന്നിട്ട് പൂർവ്വസ്ഥിതിയിലാക്കണം എന്നൊക്കെയുള്ള പല പല നിയമങ്ങളുണ്ട്. പക്ഷെ ഇവർക്ക്, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു താല്പര്യമില്ല. പൊതുജനങ്ങളുടെ സുരക്ഷയില് ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാര് ഈ പറഞ്ഞ PWD എഞ്ചിനീയേഴ്സിന്റെ കൃത്യവിലോപം കൊണ്ട് അവരുടെ ജോലി അവർ ചെയ്യാത്തത് മൂലം ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിൽ മരിക്കുകയാണ്. അപ്പൊ ഇതൊരു അവസാനത്തെ മരണമായിരിക്കണം. ദയവ് ചെയ്ത് ഈ വിക്ടിമിന്റെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഉടനടി പോലീസിൽ പരാതി കൊടുത്ത് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യിക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഞങ്ങളൊക്കെ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്, 1 രൂപ പോലും ആരോടും മേടിക്കാതെ. അപ്പൊ ഈ എഞ്ചിനീയേഴ്സ് അവർ ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുകയും മറ്റുള്ളവർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ കുറ്റവാളിയാക്കി കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ PWD എഞ്ചിനീയേഴ്സ് എല്ലാം തന്നെ. തീർച്ചയായും ഇപ്പോൾ റോഡിന്റെ കാര്യവും PWD ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് അടുത്തൊരു അപകടം കൂടിയുണ്ട്. അപകട പരമ്പര തന്നെയാണ് അതെന്ന് പറയണം. എറണാകുളം മൂവാറ്റുപുഴ നഗര റോഡ് വികസനം വന്നപ്പോൾ ആശ്വാസത്തിലായിരുന്നു നാട്ടുകാരടക്കം. എങ്കിലിപ്പോൾ അത് ആളുകളെ കൊല്ലുന്ന ഒരു തരത്തിലേക്ക് മാറുന്ന സാഹചര്യമാണുള്ളത്. അതായത് റോഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് അതിന്റെ റോഡ് സേഫ്റ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് സർക്കാർ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ റോഡ് ഫർണിച്ചർ വെക്കണം, ഏതൊക്കെ രീതിയിലൊക്കെ ട്രാഫിക് സുരക്ഷിതവും സുഗമവുമായി പോകാനുള്ള കർത്തവ്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് അവിടെ റോഡ് സേഫ്റ്റി ഡിവൈസസ്, അതൊക്കെ വച്ചിട്ട് വേണം ഒരു പൂർണ്ണ റോഡായിട്ട് മാറ്റാൻ. കുറച്ച് ടാർ ഒഴിച്ചതുകൊണ്ടോ റോഡിന് വീതി കൂട്ടിയത് കൊണ്ടോ ഒന്നും റോഡ് സുരക്ഷ ആകില്ല. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ റിഫ്ലക്ടേഴ്സ് വേണം. അതിനൊന്നും അധികം ചെലവില്ല. നമ്മുടെ റോഡിന് സൈഡില് എവിടെയൊക്കെ ഗാർഡ് സ്റ്റോൺസ് ഉണ്ട്, ഗൈഡ് സ്റ്റോൺസ് ഉണ്ട്, അതുമേലൊക്കെ റിഫ്ലക്ടർ പതിപ്പിക്കാവുന്നതാണ്.
കൂടാതെ സൈൻ ബോർഡുകൾ വേണം, ബ്ലിങ്കർ ലൈറ്റുകൾ വേണം. ഇതിനൊക്കെ നിസ്സാര തുകയെ വരുന്നുള്ളൂ. നമ്മൾ റോഡ് സേഫ്റ്റി സെസ് കൊടുത്തിട്ട് അനേകം കോടി രൂപ അനാവശ്യങ്ങൾക്ക് ചെലവാക്കുന്നുണ്ട്. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി ആരും ചെലവാക്കുന്നില്ല. ഇതിനകത്ത് മൂവാറ്റുപുഴ ജോയിന്റ് RTO ഇതിനകത്ത് പ്രതിയാക്കണം. കാര്യം റോഡ് സുരക്ഷ ജോയിന്റ് RTOയുടെ കീഴിലാണ്. അതേപോലെ തന്നെയാണ് ആ പർട്ടിക്കുലർ എഞ്ചിനീയർ, ഈ ഡിവിഷണൽ എഞ്ചിനീയേഴ്സിനെ പ്രതിയാക്കിയേ പറ്റുള്ളൂ. കാര്യം അവരുടെ അനാസ്ഥ മൂലമാണ് ഈ അടുത്ത കാലത്തുണ്ടായ പല റോഡ് അപകടങ്ങളും. അവരെ വെറുതെ വിട്ടുകൂടാന്നതാണ് എന്റെ 10-28 കൊല്ലത്തെ റോഡ് സേഫ്റ്റി രംഗത്തെ പ്രവർത്തന പരിചയം കൊണ്ട് ഞാൻ പറയുന്നത്. ഈ റോഡ് അപകടങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ റോഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. അതിനകത്ത് എഞ്ചിനീയേഴ്സിന്റെ അനാസ്ഥ, അല്ലെങ്കിൽ കരാറ് കൊടുക്കുന്ന കോൺട്രാക്ടർമാരുടെ അനാസ്ഥ, അതൊക്കെ നോക്കേണ്ട എഞ്ചിനീയേഴ്സ് ആണ്. അല്ലാതെ കിട്ടുന്ന കമ്മീഷൻ മേടിച്ച് വീട്ടിയിരിക്കുക അല്ല ചെയ്യേണ്ടത്. റോഡിലിറങ്ങി എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അവരിൽ പലരും തന്നെ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ കോഡ് ഓഫ് പ്രാക്ടീസസ് ഒക്കെ വായിച്ചിട്ടുള്ളതാണ്. പലരും മെമ്പേഴ്സാണ്. അപ്പോൾ ജനങ്ങളോടൊരു പ്രതിബദ്ധത കാണിക്കേണ്ട ഉത്തരവാദിത്തം PWD എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ കൃത്യവിലോപം കാണിച്ച ഒരു അപകട മരണം ഉണ്ടായാൽ അവർക്കെതിരെ കേസ് എടുക്കുക തന്നെ വേണം. തീർച്ചയായും മറ്റൊരു അപകടം കൂടി തിരുവനന്തപുരത്താണ്. സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന ഒരു സംഭവം. നമുക്കറിയാം, ഈ സ്കൂൾ ബസ്സുകൾ മറിയുന്നതും ഇടിക്കുന്നതുമായിട്ടുള്ള അപകട വാർത്തകളൊക്കെ ഒരുപാട് വരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു അപകടം നടന്നിരിക്കുന്നു. ഭാഗ്യവശാൽ കുട്ടികൾക്കൊന്നും ഗുരുതരമായ പരിക്കില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ടെങ്കിൽ പോലും നിയന്ത്രണം വിട്ടാണ് ഈ ബസ് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ പ്രത്യേകിച്ച് ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കുട്ടികളാണ് വണ്ടിയിലുള്ളത് എന്നുള്ളൊരു ബോധം അത് ഈ ഡ്രൈവർമാർക്ക് അടക്കം ഉണ്ടാവേണ്ടതാണ്. അതെ, ഞാൻ ആ വിഷ്വൽസ് കണ്ടു, വീഡിയോ കണ്ടു. അതിനകത്ത് ഈ കനാൽ ബണ്ട് റോഡെന്ന് പറയും. കനാല് താഴെക്കൂടെ ഒഴുകുമ്പോൾ അതിന്റെ മുകളിൽ കൂടി ഏകദേശം ഒരു 5 മീറ്ററോളം പൊക്കത്തിൽ, 10-20 അടി പൊക്കത്തിലാണ് ഈ കനാൽ ബണ്ട് റോഡ് പോകുന്നത്. അതിന്റെ റിട്ടേണിംഗ് വാളൊന്നും ചിലപ്പോൾ കാണില്ല. സോഫ്റ്റ് സാൻഡിലാണ് ഈ റോഡ് ഉറപ്പിച്ചേക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനം, ബസ് ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടത് റോഡിന്റെ ഓരം ചേർന്ന് പോകരുത്. ഒത്ത നടുവിലൂടെ പോകണം. എതിരെ വല്ല ബൈക്കോ കാറോ വന്നാൽ അവർ നിർത്തട്ടെ, അല്ലെങ്കിൽ നമ്മൾ നിർത്തിക്കൊടുക്കണം. ഒരു കാരണവശാലും റോഡിന്റെ എഡ്ജിലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്ന വാഹനം എടുക്കാനേ പാടില്ല. കാര്യം അത് സോഫ്റ്റ് സാൻഡാണ്, വണ്ടി മറിയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പലപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പല വണ്ടികളും പുഴയിലേക്ക്, തോട്ടിലേക്ക്, കാനയിലേക്കൊക്കെ മറിഞ്ഞ് റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ തോട്ടിലെ അഴുക്ക് വെള്ളം കുടിച്ച് പരിക്കേൽക്കുന്നുണ്ട്. അവരുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഈവൻ മരണം പോലും സംഭവിക്കുന്നുണ്ട്. അത് ഡ്രൈവറുടെ ഒരു അനാസ്ഥയാണ്. ഡ്രൈവർ എപ്പോഴും ഒരു ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ ഡ്രൈവർ ആയിരിക്കണം. അദ്ദേഹം റോഡിന്റെ ഒത്ത നടുവിലൂടെ ഓടിക്കണം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് എതിരെ വരുന്ന വണ്ടിക്കാരോടൊന്ന് സൈഡ് ആക്ക് എന്നുള്ള നിലയിൽ ഓടിക്കണം. ഒരിക്കലും എഡ്ജിലേക്ക് കയറ്റി ഏറ്റവും പുഴയുടെ സൈഡിലെ, തോടിന്റെ അല്ലെങ്കിൽ കനാലിന്റെ സൈഡിലേക്ക് ഇറക്കി ഓടിക്കരുത്. മറിയാൻ സാധ്യതയുണ്ട്, മറിയും. അത് തന്നെയാണ് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത് അഡ്രസ് ചെയ്യേണ്ട ഡ്രൈവർ തന്നെയാണ്. സ്കൂൾ മാനേജ്മെന്റും ഡ്രൈവറെ ബോധവൽക്കരിക്കാൻ ബാധ്യസ്ഥരാണ്. അതേപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഈ ഡ്രൈവർമാർക്ക് ക്ലാസ് എടുക്കണം, അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ശരി, വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ അപകട പരമ്പര തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. റോഡരികിൽ കുഴിയിൽ വീണ യുവാവ് മരിച്ച സംഭവം വലിയ പ്രതിഷേധമൊക്കെ ഉയരുകയാണ്. തൊടുപുഴയ്ക്കടുത്ത് മുതലക്കോടാണ് റോഡരികിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടിരിക്കുന്നത്. മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജെയ്സനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഈ അപകടം നടന്ന ഉടനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു മരണത്തിലേക്ക് എത്തിച്ചതെന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരം സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പൂവത്തൂർ LMS LP സ്കൂളിലെ ബസ് മറിഞ്ഞാണ് അപകടം. 15ഓളം കുട്ടികൾക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇടവേള. ഇന്നു മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുന്നു. മെയിൽ, എക്സ്പ്രസ് വിഭാഗങ്ങളിലെ നോൺ AC കോച്ചിലെ നിരക്കുകളാണ് ഉയർന്നത്. കിലോമീറ്ററിന് 2 പൈസ കൂടും. നോൺ AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ അധികം നൽകണം. ഓർഡിനറി നോൺ AC സർവീസുകൾക്ക് വ്യത്യസ്ത ദൂര സ്ലാബുകളിലാണ് നിരക്കുകൾ. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ഓർഡിനറി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയും മെയിൽ, എക്സ്പ്രസ്, നോൺ AC ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 2 പൈസയും കൂടും.
മെയിൽ എക്സ്പ്രസ് AC ക്ലാസ് 2 പൈസയും AC അല്ലാത്ത 500 കിലോമീറ്റർ യാത്രയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുന്നത്. രാജധാനി, ശതാബ്ദി, തുരന്തോ, വന്ദേ ഭാരത്, ഗരീബ് രഥ്, ജൻശതാബ്ദി, അമൃത് ഭാരത്, അന്ത്യോദയ, സബർബൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ട്രെയിൻ സർവീസുകളുടെ അടിസ്ഥാന നിരക്കുകളിലും മാറ്റമുണ്ട്. സബർബൻ ട്രെയിൻ സർവീസുകളെയും സീസൺ ടിക്കറ്റുകളെയും നിരക്ക് വർധന ബാധിക്കില്ല. ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കും നിരക്ക് വർദ്ധിക്കില്ല. റിസർവേഷൻ ഫീസ്, സൂപ്പർഫാസ്റ്റ് സർചാർജുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ചാർജുകൾ, GST നിയമങ്ങളും തുടരും. എന്നാൽ നിരക്ക് വർധന നിലവിൽ വരുന്നതിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അധിക തുക നൽകേണ്ട. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉള്ളവർക്ക് ഡിസംബർ 26 ശേഷമുള്ള യാത്രയ്ക്ക് അധിക തുക നൽകാതെ തന്നെ യാത്ര ചെയ്യാം. അതേസമയം ഇന്നു മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിനും TT അനുവദിക്കുന്ന ടിക്കറ്റിനും ഉയർന്ന നിരക്ക് നൽകണം. മറ്റു വാർത്തകൾ നോക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാം EDക്ക് മുന്നിൽ ഹാജരായി. ചോദ്യം ചെയ്യലിനായി നോട്ടീസ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് EDയുടെ കൊച്ചി ഓഫീസിൽ നടൻ ഹാജരായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ ഇടനിലക്കാരൻ കൽപേഷും EDക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. അതേസമയം കുടുങ്ങേണ്ടവർ കുടുങ്ങണമെന്നാണ് നടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജ അല്ലെങ്കിൽ ആനയെ നടക്കിരുത്തല്, ആനക്കൊട്ടിൽ സമർപ്പണം, നട സമർപ്പണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ, ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്. അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇതിനെയൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോ തീർച്ചയായിട്ടും എല്ലാം നല്ല പര്യവസാനിക്കട്ടെ, ഭംഗിയായിട്ട് തന്നെ. ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. അവരൊക്കെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനാണ്. അപ്പോൾ എന്റെയും കൂടി കടമയാണ് ഇത് ക്ലീനായിട്ട്. ആദർശ് മുക്കിടേണ്ട വിവരങ്ങളുമായി. ആദർശ്, ഇപ്പോൾ നടൻ ജയറാം EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. തീർത്തും ആ ഒരു മൊഴി അത് തീർത്തും നിർണായകം തന്നെയായിരിക്കും. കാരണം നടൻ പറയുന്നുണ്ട്, പറയാനുള്ളതെല്ലാം EDയോട് പറയും, കുടുങ്ങാനുള്ളവരല്ലേ കുടുങ്ങട്ടെ എന്ന്. എന്താണ് വിവരങ്ങൾ? രമ്യ, ഇന്ന് രാവിലെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാം കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യും എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നതും ഇതിനു പിന്നാലെയാണ് നടൻ ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED ഒരു നോട്ടീസ് നൽകുന്നതും. ഈ നോട്ടീസ് പ്രകാരമാണ് നടൻ ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. നടന് നൽകിയ നോട്ടീസിലും ചൊവ്വാഴ്ച ദിവസം കൊച്ചിയിലെ ED ആസ്ഥാനത്ത്, കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ED നൽകിയിട്ടുള്ളത്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ പണം വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഈ തട്ടിപ്പ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ED ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടൻ ജയറാമിനെ ഇന്ന് രാവിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. നിലവിൽ നടൻ ജയറാമിന്റെ ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ ED ഓഫീസിൽ പുരോഗമിക്കുകയാണ് രമ്യ. പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും നിലയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടനുണ്ടോ, അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് ഏതെങ്കിലും നിലയിലുള്ള പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ED വിശദമായി തന്നെ നടനോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാവിലെ നടൻ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് ദീർഘകാലവുമായുള്ള ഒരു സൗഹൃദം മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കുള്ളത്. അതിനപ്പുറത്തുമായി അദ്ദേഹം കള്ളനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഈ കുറ്റകൃത്യം സംബന്ധിച്ച് ഏതെങ്കിലും നിലയിലുള്ള ധാരണ ഒന്നും തന്നെ തനിക്ക് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 38 വർഷക്കാലമായി വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പല ചടങ്ങുകളിലും മറ്റും താൻ പങ്കെടുക്കാറുണ്ട്. ആര് വിളിച്ചാലും താൻ ഇത്തരത്തിലുള്ള ഭക്തി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കാറുണ്ട്. അത്തരത്തിലേക്കൊരു സഹകരണത്തിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഈ തട്ടിപ്പുമായോ ഇല്ലെന്നാണ് രമ്യ നടൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഏതായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്.
ശരി, ആദർശാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാം ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.